ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെയാണ് ഒരു സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സേമിയ പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലേ? അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. അതിലേക്ക് ചെറുതായി പൊടിച്ച 1 കപ്പ് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. നമുക്കൊന്ന് ഗോൾഡൻ നിറമാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യാമേ ഗോൾഡൻ നിറമാവുന്ന വരെ. ഇപ്പോൾ ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്കൊരു 300 ml പാലൊഴിച്ചു കൊടുക്കാമേ. അതേപോലെ തന്നെ നമുക്കൊരു 300 ml വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ ഒന്ന് ഹൈയിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കൈ എടുക്കാതെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാമേ. ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഞാനൊരു 300 ml പാൽ കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 300 ml പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഈ സമയം ഞാൻ തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കരിപ്പട്ടി ഉരുക്കിയതും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കരിപ്പട്ടിക്ക് പകരം വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എന്നതിന് പകരം 1/2 കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഏകദേശം ഒരു 3 മിനിറ്റോളം ഇളക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്കൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ച ശേഷം വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാഷ്നട്ട് ആണെങ്കിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊരു കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതെൻ്റെ കയ്യിരിക്കുന്ന കുറച്ച് വലിയ മുന്തിരിയാണ്. അതുകൊണ്ട് ഇത് വീർത്ത് വരാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതുമാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ച പായസത്തിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്നൊരു മധുരം കുടിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ സേമിയ പായസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.